നൗ സിമ്പിൾ IT ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർക്ക്ഷീറ്റിലെ ടേബിളിൽ കാണുന്നത് 11 കുട്ടികൾക്ക് 10 പരീക്ഷയിൽ ലഭിച്ച മാർക്കും അവരുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്കുമാണ്. അപ്പോൾ ഇവരുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് വെച്ച് നമുക്ക് ഇവരുടെ റിസൾട്ട് 80% മുകളിലാണെങ്കിൽ, അതായത് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് 80% മുകളിലാണെങ്കിൽ ഡിസ്റ്റിങ്ഷൻ എന്നും, 80% കുറവും 60% കൂടുതലുമാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എന്നും, 50% താഴെയും 40% മുകളിലുമാണെങ്കിൽ തേർഡ് ക്ലാസ് എന്നും, 40% താഴെയാണെങ്കിൽ ഫെയിൽ എന്നുമാണ് നമുക്ക് കിട്ടേണ്ട റിസൾട്ട്. ഇവരുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് വെച്ച് നമുക്ക് ഇവരുടെ റിസൾട്ട് കാണാം. അതിനായി ഫോർമുല എഴുതാൻ ഒന്നുകിൽ നമുക്ക് ഈ കള്ളി സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഫോർമുല എഴുതാം. സെല്ല് സെലക്ട് ചെയ്ത ശേഷം ഒന്നുകിൽ ഈ സെല്ലിൽ എഴുതാം, അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ കോളത്തിലും എഴുതാവുന്നതാണ്. നമുക്ക് ഇവിടെ എഴുതാം. ഇവിടെ ആകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇവിടെ എഴുതാം. അതിനായി ഈക്വൽ ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ, സെല്ല് സെലക്ട് ചെയ്യുന്നു, പെർസെൻറ്റേജ് ഓഫ് മാർക്കിൽ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു, ഗ്രേറ്റർ ദാൻ ഈക്വൽ 80, കോമ, ഡബിൾ കോട്ട്സ്, ഡിസ്റ്റിങ്ഷൻ, ഡബിൾ കോട്ട്സ്, കോമ. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ഈ കോളത്തിൽ തന്നെ തുടർച്ചയായി എഴുതി പോകാവുന്നതാണ് അടുത്ത ഫോർമുലയിൽ. എന്നാൽ താഴോട്ട് എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി ഓൾട്ട് എൻ്റർ അടിച്ച് താഴേക്ക് എഴുതാം. ഓൾട്ട് എൻ്റർ, ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ, സെല്ല് വീണ്ടും സെലക്ട് ചെയ്യുന്നു, ഗ്രേറ്റർ ദാൻ ഈക്വൽ 60, കോമ, ഡബിൾ കോട്ട്സ്, ഫസ്റ്റ് ക്ലാസ്, ഡബിൾ കോട്ട്സ്, കോമ, ഓൾട്ട് എൻ്റർ, ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ, വീണ്ടും സെല്ല് സെലക്ട് ചെയ്യുന്നു, ഗ്രേറ്റർ ദാൻ ഈക്വൽ 50, കോമ, ഡബിൾ കോട്ട്സ്, സെക്കൻഡ് ക്ലാസ്, ഡബിൾ കോട്ട്സ്, കോമ, ഓൾട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നു, ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ, വീണ്ടും സെല്ല് സെലക്ട് ചെയ്യുന്നു, ഗ്രേറ്റർ ദാൻ ഈക്വൽ 40, കോമ, തേർഡ് ക്ലാസ്, ഡബിൾ കോട്ട്സ്, കോമ, ഓൾട്ട് എൻ്റർ, ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ, വീണ്ടും സെല്ല് സെലക്ട് ചെയ്യുന്നു, ഗ്രേറ്റർ ദാൻ ഈക്വൽ 40, കോമ, ഡബിൾ കോട്ട്സ്, തേർഡ് ക്ലാസ്, ഡബിൾ കോട്ട്സ്, കോമ, ഡബിൾ കോട്ട്സ്, ഫെയിൽ, ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ്, 3 തവണ കൂടി ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ്. അതായത് ഫസ്റ്റിലത്തെ 3 വരികൾക്കുള്ള ബ്രാക്കറ്റാണ് ഈ 3 ബ്രാക്കറ്റ്. എൻ്റർ. അപ്പോൾ നമുക്കിവിടെ കാണാം 61% മാർക്ക് കിട്ടിയ കുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ് എന്ന്. ഇനി ഈ ഫോർമുല താഴേക്ക് കോപ്പി ചെയ്താൽ ബാക്കിയുള്ള എല്ലാ കുട്ടികളുടെയും റിസൾട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് ഇവിടെ ഏതൊരു കുട്ടിയുടെ മാർക്കാണെങ്കിലും ഇതിലെന്തെങ്കിലും റീക്രിയേറ്റ് ചെയ്താൽ നമുക്കിവിടെ പെർസെൻറ്റേജും അവരുടെ ക്ലാസ്സിൻ്റെ പൊസിഷനും മാറുന്നത് കാണാം. ഇവിടെ ഏതൊരു കോളത്തിൽ എന്ത് റീക്രിയേറ്റ് ചെയ്താലും നമ്മുടെ ഫോർമുല എഴുതിയ ഈ കള്ളിയിലും ആവറേജ് ഫോർമുലയുടെ കള്ളിയിലും അതുപോലെ തന്നെ റിസൾട്ടും ഇവിടെ മാറുന്നത് നമുക്ക് കാണാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് തീർച്ചയായും കാണുക. അതും ഇതുപോലെ തന്നെ നമുക്ക് റിസൾട്ട് കാണാനായിരുന്നു. ബട്ട് 40% കുറവുള്ള കുട്ടി ഫെയിലെന്നും 40% കൂടുതലുള്ള കുട്ടി പാസ് എന്നുമുള്ള ഒരു സിമ്പിളായ മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യേണ്ടി വന്നിരുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ശരിക്കും ഈ വീഡിയോ കാണേണ്ടത്. എങ്കിലും ഈ വീഡിയോ കണ്ടതിന് ശേഷമാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി എഴുതുക. വീഡിയോക്ക് ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങൾ കഴിയും പോലെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.